സ്വാഗതം ശർമ്മജി. നമസ്കാരം. നമുക്കിന്ന് കത്ത് വന്നിരിക്കുന്ന കൊച്ചിയിൽ നിന്നാണ്. ലതാദേവിയാണ് കത്ത് അയച്ചിരിക്കുന്നത്. മകന് വേണ്ടിയിട്ടാണ് കത്ത് അയക്കുന്നത്. മകൻ MBA കഴിഞ്ഞു, 3 വർഷമായി. ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മകൻ ഇതുവരെയായിട്ടും പ്രൊമോഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ഈ കമ്പനിയിൽ തന്നെ തുടർന്ന് പോകുന്നതുകൊണ്ട് പ്രയോജനമുണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത്. മകന് താല്പര്യമുള്ള ജോലിയാണിത്. ഇവിടെ തന്നെ തുടർന്നാൽ ഭാവി പ്രയോജനങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നാണ് ചോദിക്കുന്നത്. സകലമാന മനുഷ്യർക്കും ഓരോരോ താല്പര്യം, ഓരോരോ ഉദ്ദേശം, ഓരോരോ ലക്ഷ്യം, ഓരോ അഭിപ്രായം, ഓരോ ഇഷ്ടം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ശരാശരി അതാണ് ഒരു മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും വേണം പറയാം. ഇതിന് ജ്യോതിഷപരമായ മറുപടി പറയുന്നത് ഒരു വ്യക്തിയുടെ അർഹതയും അവകാശവും ലക്ഷ്യവും പരിശ്രമവും ഉദ്ദേശവും സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മളെല്ലാവരും നാടൻ ഭാഷയെ പറയും ഭാഗ്യം വേണം എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ ഇതിനകത്ത് വന്നിരിക്കുന്നത്. ജനിച്ച ലഗ്നത്തിൻ്റെയോ ജനിച്ച ചന്ദ്രലഗ്നത്തിൻ്റെയോ ഭാഗ്യസ്ഥാനമായ 9ാം ഭാവം, ജന്മഭാവം ആരോഗ്യം സൗന്ദര്യവും, 2ാം ഭാവം ധനവും വിദ്യയും പ്രവൃത്തിയും, 3ാം ഭാവം സഹോദരവും അഭിമാനവും പരാക്രമവും ശക്തിയും, 4ാം ഭാവം അമ്മയും യാത്രയും ഭവനവും, 5ാം ഭാവം സന്താനവും മനസ്സുതിയും അഭീഷ്ടവും, 6ാം ഭാവം ശത്രുവും രോഗവും ദുഃഖവും ദുരിതവും, 7ാം ഭാവം കളത്രവും അല്ലെങ്കിൽ ദാമ്പത്യവും പ്രേമവും നിവൃത്തിയും, 8ാം സ്ഥാനം ആരോഗ്യവും ആയുസ്സും അഭീഷ്ടവും, 9ാം ഭാവം ഭാഗ്യവും പുണ്യവും ലക്ഷ്യവും ഈശ്വരാനുഗ്രഹവും പരിശ്രമത്തിൻ്റെ ഫലവും ഉദ്ദേശലക്ഷ്യവും. ഇവിടെ 9ാം ഭാവത്തിൽ കുജൻ, അതായത് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം, ചുവന്ന ഗ്രഹം, പാപഗ്രഹം 17 ഡിഗ്രി സൂര്യനുമായി അന്തരത്തിൽ എന്ന് പറഞ്ഞാൽ ആ ചൊവ്വാഗ്രഹത്തിൻ്റെ ശക്തി ബലം ക്ഷയിച്ചു പോയി. ഭാഗ്യത്തിന് തുടർന്നു പോകുന്ന കാര്യങ്ങൾക്ക്, താല്പര്യങ്ങൾക്ക്, ലക്ഷ്യങ്ങൾക്ക്, മോഹങ്ങൾക്ക്, ഉദ്ദേശങ്ങൾക്ക് എപ്പോഴും ഒരു തടസ്സം വന്നുകൊണ്ടേയിരിക്കും. സ്ത്രീ പുരുഷ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ, കുബേര കുചേല ഭേദമന്യേ, പണ്ഡിത പാമര വ്യത്യാസമന്യേ, രാജ്യാന്തര വ്യത്യാസമന്യേ ഏവർക്കും അത് ബാധകമാണ്. ശരിയായ കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് സമയം വെച്ച് ഭാഗ്യരാശിയിൽ നിൽക്കുന്ന ഗ്രഹം ചന്ദ്രഗ്രഹമാണെങ്കിൽ അത് 12 ഡിഗ്രിയിൽ നിന്നാൽ മൗഢ്യമാണ്. ചൊവ്വാഗ്രഹം 17 ഡിഗ്രിയിലും, ബുധഗ്രഹം 13 ഡിഗ്രിയിലും, ശുക്രൻ 9 ഡിഗ്രിയിലും, വ്യാഴം 11 ഡിഗ്രിയിലും ഒക്കെ, അതായത് സൂര്യഗ്രഹവുമായിട്ട് അടുത്തടുത്ത് വരുമ്പം ചില ഗ്രഹങ്ങൾക്ക് അതിൻ്റെ ചൂട് സഹിക്കാനുള്ള ത്രാണിയുണ്ട്, ചില ഗ്രഹങ്ങൾക്ക് അതിൻ്റെ ശക്തി കുറയും. ഉദാഹരണത്തിന് ഒരു തീക്കുണ്ടത്തിൽ വെണ്ണ അങ്ങോട്ട് കൊണ്ടുചെല്ലുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഉരുകും. അതേസമയം ഒരു ഇരുമ്പാണെങ്കിൽ അത്ര പെട്ടെന്ന് ഉരുകണമെന്നില്ല. ആ ചൂടിനെ സ്വീകരിച്ചുകൊണ്ട് ക്രമാനുഗതമായിട്ട്, കാരണം ബാഡ് കണ്ടക്ടറാണ്, മറ്റേത് ഗുഡ് കണ്ടക്ടർ, പെട്ടെന്ന് ചൂടിനെ ആഗിരണം ചെയ്യും, സ്വീകരിക്കും. നമ്മൾ വെയിലത്ത് കുട പിടിക്കുന്നു, സത്യത്തിൽ ചൂട് കൂടുതലാണോ കുറവാണോ? 1 മിനിറ്റ് കൊണ്ട് ചൂട് കുറയുന്ന പോലെ തോന്നുമെങ്കിലും ഇതിൻ്റെ കറുപ്പ് കളർ ചൂടിനെ ആകർഷിക്കുകയാണ്. വീണ്ടും അടുത്ത ചൂടാണ് വരുന്നത്. തൽക്കാലം പറഞ്ഞ് ആരും വിശ്വസിക്കുകയില്ല. കുട ചൂടിയല്ലേ പോയെ, അതൊരു മനസ്സിൻ്റെ സംതൃപ്തിക്കാണ്. അതേസമയം മഴ തടസ്സപ്പെടുത്താൻ പറ്റും, വെയിൽ ഒന്നുകൂടെ കൂടുകയുള്ളൂ. ഇത് ചൂടായിക്കഴിഞ്ഞാൽ ഈ കറുപ്പിൻ്റെയും കൂടെ ചൂട് ആഗിരണം ചെയ്യുക എന്ന് പറഞ്ഞ പോലെ ഈ ഗ്രഹങ്ങൾ 9ാം ഭാവത്തിൽ ഭാഗ്യഭാവം എന്ന് പറയും. 10ാം ഭാവം കർമ്മം, തൊഴിൽ. 11ാം ഭാഗം എന്ന് വെച്ചാൽ ഏത് തൊഴിൽ ചെയ്യുന്നതിൻ്റെ ലാഭം, മിച്ചം. 12ാം ഭാവം എന്തിൻ്റെയും വിനാശം, ദുരിതം, അലച്ചിൽ, ചെലവ്, ഇതൊക്കെയാണ് 12. ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ഉണ്ടല്ലോ രാശി 12 പണ്ടേ കണ്ടുകൊള്ളുക. അതായത് 12 രാശികൾ കൊണ്ടുള്ള ഫലങ്ങളാണ് ജ്യോതിശാസ്ത്രത്തിൽ. അതിൻ്റെ ഉപരാശികളും അതിൽ നിൽക്കുന്ന ഗ്രഹങ്ങളും തമ്മിലുള്ള നോട്ടങ്ങളുമാണ്. അപ്പോൾ ഭാഗ്യരാശിയിലെ ചൊവ്വാഗ്രഹം 17 ഡിഗ്രിയിൽ നിൽക്കുന്നത് കൊണ്ട്
ഭാഗ്യപുഷ്ടിക്ക് ലക്ഷ്യത്തിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് തടസ്സം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ കമ്പനിയിൽ ഇനി ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ അശ്രാന്ത ബുദ്ധിമുട്ടാണ്. കമ്പനി മാറിയേ മതിയാവുള്ളൂ. അടുത്ത അവസരം കിട്ടുന്നത് 2028 ഏപ്രിൽ ജൂൺ മധ്യത്തിലായിട്ട് പുതിയ മേഖലയിൽ ജോലി കിട്ടും. ആ ജോലിയെങ്കിലും മനസ്സിന് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നെടുനാൾ മുന്നോട്ട് കൊണ്ടുപോകണം, പെൻഷൻ പറ്റുന്നിടം വരെ കൊണ്ടുപോകണം എന്ന ഉദ്ദേശമുണ്ടെങ്കിൽ ചൊവ്വാഗ്രഹത്തെ പ്രീതിപ്പിക്കുക. അതായത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭഗവതി ക്ഷേത്രത്തിലോ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോ പോയി വിളക്ക്, മാല ഇവ മുതലായത് കത്തിക്കുകയും ധരണീഗർഭസംഭൂതം വിദ്യുൽക്കാജന സന്നിഭം കുമാരം ശക്തിഹസ്തഞ്ച മംഗളം പ്രണമാമ്യഹം എന്ന സ്തോത്രങ്ങൾ വീട്ടിലിരുന്ന് സമയം പോലെ 10 100 ഉരുവൊക്കെ ജപിക്കുക. ചെമ്പവിഴം എന്ന രത്നം ഒരു 4 ക്യാരറ്റ് ഫസ്റ്റ് ക്വാളിറ്റി വാങ്ങി മോതിരവിരലിൽ ചൊവ്വാഴ്ച ദിവസം അണിയുക. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുക. കഴിവതും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അഗതികൾക്ക് ദാനം ചെയ്യുക. ഈ പറഞ്ഞ ചൊവ്വാ സ്തോത്രങ്ങളൊക്കെ ചൊല്ലുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറേ കൂടെയൊക്കെ ഡ്യൂറേഷൻ കിട്ടും. അടുത്ത ജോലിയെങ്കിലും നെടുനാൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ കമ്പനിയിലെ ജോലി മാറിയത് തന്നെയാണ് അടയാളം. 2028 27 ലാസ്റ്റ് 28 ആദ്യമായിട്ടോ അല്ലെ ഏപ്രിൽ ടു മെയ് കാലഘട്ടങ്ങളിലായിട്ട് വരും. അതിനു മുമ്പ് ഈ പ്രതിവിധികളൊക്കെ ചെയ്യുക. കണിശമായിട്ടും ഇനി കിട്ടുന്ന ജോലി പെൻഷൻ പറ്റുന്നിടം വരെ. പെൻഷൻ പറ്റി പിന്നെ ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് ശരിയല്ലല്ലോ. നെടുനാൾ എന്ന് നമ്മൾ പറഞ്ഞു പോയെങ്കിൽ ഒരു 5 കൊല്ലം കൂടിയുള്ള പെൻഷൻ പറ്റാനെങ്കിൽ പിന്നെ എങ്ങനെ പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ജോലി ചെയ്യും? ഇനിയുള്ളതെങ്കിലും നഷ്ടപ്പെടാതിരിക്കാൻ ആ ജോലിയിൽ കൃത്യത വരാൻ, ലക്ഷ്യം വരാൻ രുചകം എന്ന കർമ്മമോ ചെമ്പവിഴ രത്നധാരണമോ ചൊവ്വാഴ്ച ഒരിക്കൽ സുബ്രഹ്മണ്യ പ്രീതി ഭഗവത് സേവ മുതലായത് ചെയ്ത് മുന്നോട്ട് പോവുക. കത്തയച്ചതിന് നന്ദി. നമസ്കാരം.